മിറ അസറ്റ് ഷെർഖാൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്കെടുക്കാം. ഇവിടെ ഇതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. മിറ അസറ്റ് ഷെർഖാൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണിത്. ഇതിൽ നമ്മളിപ്പോൾ കാണുന്ന പേജിൽ ഓവർവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കി നമ്മൾ കാണുന്നത് ഇക്വിറ്റിയാണ്, അതേപോലെ ഡെറിവേറ്റീവ്സും മ്യൂച്വൽ ഫണ്ട്സും കമ്മോഡിറ്റിയും കറൻസി എല്ലാം നമുക്ക് ഓരോ ടാബ് മാറ്റി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നമുക്ക് ഇക്വിറ്റിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇക്വിറ്റിയിൽ ആദ്യം കാണുന്നത് ഇൻഡൈസസ് ആണ്. ഇൻഡൈസസിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? നിഫ്റ്റി ഇന്ന് ഡേറ്റ് കാണിച്ചിട്ടുണ്ട്, ടൈമും കാണിച്ചിട്ടുണ്ട്, എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ്, കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ടോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിൻസർവ്, ബാങ്ക് എക്സ്, അതായത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. താഴേക്ക് പോകുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലെ ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, അതിന് ഈ മാർക്കറ്റ് എങ്ങനെയാണ് ഇന്ന് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എത്രയാണ് ഇൻഡെക്സ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ് അപ്പാണ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ നിക്കി, ഹോങ്കോങ്, ഹാങ്സെങ് അല്ലേ, SSE 180 ഇൻഡെക്സ്, ആ ഇൻഡെക്സുകളൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റിൽ എത്ര പോയിന്റ് അപ്പായിട്ടുണ്ട്, എത്ര പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട്, എല്ലാം ഇവിടെ കാണാം. അമേരിക്കൻ ഇൻഡെക്സ് ഡോ ജോൺസ്, നാസ്ഡാക്ക്, S&P 500 ഇതിലൊക്കെ ഇന്ന്, അതായത് US മാർക്കറ്റ് ക്ലോസ് 11 ഡിസംബർ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ വെച്ച് എത്ര പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ് എന്നുള്ളതിൽ കാണിച്ചിട്ടുണ്ട്. ഈ അമേരിക്കൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും നമുക്ക് ട്രേഡ് ആക്ച്വലി ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് മിറ അസറ്റ് ഷെർഖാൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ട്രേഡ് നടക്കാൻ പറ്റുക. അപ്പം നമുക്ക് നിഫ്റ്റി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് ഇവിടെ. ഇൻഡെക്സിൻ്റെ തൊട്ട് സൈഡിൽ മാർക്കറ്റ് സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ഇൻഡെക്സിലുണ്ടോ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നിഫ്റ്റി ഓട്ടോ ഉണ്ടെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഉള്ള സ്റ്റോക്സുകളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലുള്ള സ്റ്റോക്സുകളെല്ലാം ഇപ്പോൾ ഈ ഫിൽറ്റർ ടോപ്പ് 3 മാത്രം തന്നെ ഒന്നുമില്ല, ടോപ്പ് ഗെയിനേഴ്സ് ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഫിൽറ്റർ എടുത്തിട്ട് കണ്ടോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഇപ്പം അതൊന്നുമില്ല. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്സുകൾ വാട്ടെവർ, അല്ലെങ്കിൽ ഓപ്പൺ ഹൈയിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഹൈ നിഫ്റ്റി മിഡ് ക്യാപ് 50 ഓപ്പൺ ഹൈയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ഫിൽറ്റർ ഇവിടെ അപ്ലൈ ചെയ്യാം, മാർക്കറ്റ് സ്റ്റേറ്റസിൽ അപ്ലൈ ചെയ്യാം. വീണ്ടും ഇൻഡെക്സിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് സ്റ്റേറ്റസ് കണ്ടു. തൊട്ട് സൈഡിൽ ഓൾ ഇന്ത്യൻ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാണ്ടോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം NSEയിൽ ഏതൊക്കെ ഇൻഡെക്സസ് ആണ് പെർഫോമിംഗ് ആയിട്ടുള്ളത്, ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇന്ന് ആണ് അപ്പായിട്ടുള്ളത്, ഏത് സെക്ടറാണെന്ന് ഡൗൺ ആയിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ടോ, അത് NSEയിലെ ആണെങ്കിൽ തൊട്ട് സൈഡിൽ BSE ഉണ്ട്, അങ്ങനെ നോക്കാം. പിന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കളർഫുള്ളായിട്ട് കാണിച്ചു തരും. അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ബാക്കോട്ട് പോകാം. നമുക്ക് വീണ്ടും ഇൻഡെക്സസിൽ വന്നു. ഇനി നമുക്ക് കാണേണ്ടത് താഴെ ഓവർവ്യൂ കണ്ടല്ലോ. ഓവർവ്യൂവിൽ ഫസ്റ്റ് ആ ഹോം പേജ് തന്നെയാണ് വരുന്നത്. മാർക്കറ്റ് വാച്ച് കണ്ടോ. മാർക്കറ്റ് വാച്ചിൽ നമുക്ക് ഏത് ഇൻഡെക്സുകളും നമുക്ക് എടുക്കാം. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡെക്സുകളും ഇൻഡെക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് മാർക്കറ്റ് വാച്ച്. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി, സെൻസെക്സ്, അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് വാച്ചുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഉണ്ടോ, NSE ക്യാഷ് ബിഗ് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ, ബിഗ് ട്രേഡ് എന്ന് ഇൻട്രാഡേക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സുകൾ, ഫണ്ടോയ്ക്ക് വേണ്ടി ബിഗ് ട്രേഡ് ഓപ്ഷൻസ്, എല്ലാം തന്നെ ഇവിടെ കിട്ടും നമുക്ക്. കണ്ടോ, ലാസ്റ്റ് വ്യൂഡ് ഉണ്ടാവും. നിഫ്റ്റിയാണ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സൈഡിലൊരു സാധനം കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളതും കസ്റ്റം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് വാച്ചുകളൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെയാണ് ഇക്വിറ്റിയിൽ വരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടുന്നത് മാർക്കറ്റ് വാച്ചിൽ നിന്നാണ് കിട്ടുന്നത്. കണ്ടോ, മാർക്കറ്റ് വാച്ചിൽ നിന്ന് കിട്ടുന്നത്. അടുത്തൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ട്രേഡ് ഓർ കോട്ട്. കണ്ടോ, ലെൻസിൻ്റെ പടം വെച്ചിട്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾ ഇവിടെ താഴെ എൻ്റർ ഇൻഡെക്സ് കണ്ടോ, എൻ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് വരും. അവിടെ ഒന്ന് ഇൻഡെക്സ് ഓർ സ്ക്രിപ്റ്റ്, അവിടെ നമുക്ക് വേണ്ട സ്റ്റോക്കിൻ്റെ പേര്
വിപ്രോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം ടാറ്റയുടെ ആണെങ്കിൽ വെറുതെ ടാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് വരും കണ്ടോ. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് വേണ്ടത്, ടാറ്റ കെമിക്കൽ ഏതാണ്, ഏതെങ്കിലും ടാറ്റ കെമിക്കലാണ് വേണ്ടത്, അല്ലെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഏതാണ്, ടാറ്റ ഗോ മീൻസ് ലൈക്ക് ഏതൊക്കെയാണ്, ടാറ്റ മോട്ടോഴ്സ് എല്ലാ, ടാറ്റ സ്റ്റീൽ എല്ലാത്തിൻ്റെയും ടാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ടും. അതേപോലെ INF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ INF സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റോക്സിൻ്റെ പേരും ഇവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇൻഫോസിസിൻ്റെ ആണെങ്കിൽ ഇൻഫോസിസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻഫി ഉണ്ടാവും, കിട്ടി, ഇൻഫോസിസ് കിട്ടി. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബൈയും സെല്ലും ചെയ്യാം. ബൈ. അപ്പോൾ അതൊന്ന് നമ്മളുടെ ഒന്ന് ലോഗിൻ ചെയ്യണം. ഫിംഗർ പ്രിൻ്റ് കൊടുത്ത് ലോഗിൻ ചെയ്തു. ഇതാ അത് വൺ ടൈം മാത്രം ആക്ടിവിറ്റി. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മൊത്തം പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ടി വരില്ല, തമ്പനയിലൊന്നും കൊടുക്കേണ്ടി വരില്ല. നമുക്ക് ഇതേപോലെ ഓർഡർ ബുക്ക് കിട്ടി. ഓർഡർ ബുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതിന് ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓർഡർ ബുക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം ഇവിടുന്ന് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം, ബൈയും സെല്ലാണെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും ഓർഡർ ബുക്കിലേക്ക് പോകും, സെല്ല് ചെയ്യാനുള്ള ഓർഡർ ബുക്കിലേക്ക് പോകും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഫോസിസ് വീണ്ടും എടുത്തു, ബൈയും സെല്ലും കണ്ടു. ഇനി ചാർട്ട് എടുക്കണമെങ്കിൽ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് കിട്ടും. ആ ചാർട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചാർട്ടിലേക്ക് പോകും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി മാർക്കറ്റ് വാച്ച്, ഇത് നമുക്ക് ഈ സ്റ്റോക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് വാച്ചിലേക്ക് ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. സെറ്റ് അലേർട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സ്റ്റോക്ക് 4453 ആണ് TCS. നമുക്ക് ഏതെങ്കിലും ഒരു 4500 മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ അലേർട്ട് ചെയ്യണം, ഒരു പ്രൈസ് അലേർട്ട് ഇട്ട് തരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി 4500. അതിന് മുകളിലേക്ക് പോയി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4500 ആണെങ്കിൽ നമുക്കിത് അലേർട്ട് തരും. എങ്ങനെ അലേർട്ട് തരും? ഈ ഒരു പാരാമീറ്റേഴ്സിലൊക്കെ അലേർട്ട് തരും കണ്ടോ. മീൻസ് SMS ആയിട്ടോ EMI ആയിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ താഴേക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ടിന് താഴേക്ക് പോവുകയാണെങ്കിൽ 4400 താഴേക്ക് പോവുകയാണെങ്കിലും 4400 താഴേക്ക് പോവുകയാണെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അലേർട്ട് ഇട്ട് വെക്കാൻ വേണമെങ്കിൽ അങ്ങനെ അലേർട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് SMS ആയിട്ട് അലേർട്ട് കിട്ടും. സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ യു വിൽ റിസീവ് പുഷ് നോട്ടിഫിക്കേഷൻ ഫോർ ദ ട്രിഗേർഡ് അലേർട്ട് എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പ്രൈസ് അലേർട്ട് ഈസ് വാലിഡ് ഫോർ 90 days. ഇത് അലേർട്ട് 90 days വരെ നിൽക്കുള്ളേ, അത് ശ്രദ്ധിച്ചോളണം. പിന്നെ ഇതിൽ മാത്രമല്ല നമുക്ക് നോട്ടിഫൈ ചെയ്യേണ്ടത്, നമുക്ക് അലേർട്ട് കിട്ടേണ്ടത് 52 week ഹൈ ആണെങ്കിൽ അതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അലേർട്ട് ഇട്ട് വയ്ക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി അലേർട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്കിന് ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് ന്യൂസുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് അനൗൺസ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് നോട്ടിഫൈ ചെയ്യും. അത് SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ നോട്ടിഫൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ചെയ്താൽ അത് അലർട്ട് സെറ്റായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഗതികളിലുള്ളത്. അഡ്വാൻസ് ഓപ്ഷൻ ചെയിൻ, നിങ്ങളുടെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സ് ചെയ്യുന്ന കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഓപ്ഷൻ ചെയിൻ എടുക്കാൻ പറ്റും. കണ്ടോ, ഓപ്ഷൻ ചെയിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അതിൽ OEയും വോളിയം OE അനാലിസിസ് എല്ലാം ഉണ്ട്, ഗ്രീപ്സ് എല്ലാം ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ. എല്ലാത്തരം ഡീറ്റെയിൽസും അവൈലബിൾ ആണ്, അഡ്വാൻസ് ഓപ്ഷൻ ചെയിനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ അതെടുത്ത് എവിടെ നിന്നാണ്, താഴെ ഈ ട്രേഡ് ഓർ കോട്ട് എന്ന് പറഞ്ഞൊരു ലെൻസിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരും. ഇവിടെ ഇക്വിറ്റി പ്രസ് ചെയ്താൽ നേരെ ഇക്വിറ്റി NSEയിലോ BSEയിലോ സ്റ്റോക്ക് സെലക്ട് ചെയ്യും. ഡെറിവേറ്റീവ്സ് ആണെങ്കിലോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആണ്, ഫ്യൂച്ചേഴ്സ് കോൾ പുട്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ്, കോൾ ഓപ്ഷൻ, പുട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരും. അതുപോലെ ഇവിടെ BSE ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BSE സെൻസെക്സ് ബാങ്ക് എക്സും വരും കണ്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ ഓപ്ഷൻ ചെയിൻ ഇവിടെയും ഉണ്ട്, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെമോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ അതേപോലെ തന്നെ ഏത് മ്യൂച്വൽ ഫണ്ട്സും എടുക്കാവുന്നതാണ്. കറൻസി, കമ്മോഡിറ്റി, ബോണ്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡ് ഓർ കോട്ടിലൂടെ എടുക്കാൻ പറ്റുന്നത് കണ്ടോ. അപ്പോൾ ഏത് തരത്തിലും സെർച്ച് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഇനി താഴെ നോക്കി ഓർഡർ ബുക്ക്. നമ്മൾ എന്തെങ്കിലും ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റും എക്സിക്യൂട്ട് ആയതും പെൻഡിങ് ആയിട്ടുള്ളതും മോഡിഫൈ ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും അവിടെ കാണിച്ചു തരും. നെറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ താഴെ നെറ്റ് പൊസിഷൻ ഉണ്ട്. നെറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് നെറ്റ് പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ പൊസിഷൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ
മാർക്ക് ടു മാർക്ക് പ്രോഫിറ്റ് ആണോ, മാർക്ക് ടു മാർക്ക് ലോസ് ആണോ, എല്ലാം കാണിച്ചു തരും. അത് ബുക്ക്ഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആകുന്നത് നെറ്റ് പൊസിഷനിലും എന്താണ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് കാണിച്ചു തരും. ഇപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എത്ര പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര സ്ക്വയർ ഓഫ് ചെയ്യാനുണ്ട്, എല്ലാം കാണിച്ചത് നെറ്റ് പൊസിഷനില്ല. DPSR റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി റിസീവബിൾസ്, അതായത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഇപ്പോൾ T+1 ആണ്, 1 ഡേയ്സിനുള്ളിൽ എത്ര സ്റ്റോക്ക് വരാനുണ്ടല്ലേ, DP ഹോൾഡിങ്സ് എത്രയാണ്, റിസീവബിൾസ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും, എത്ര എമൗണ്ടിന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് ഇപ്പോൾ എന്താണ്, എത്ര ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഹോൾഡിംഗ്, അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസും ഹോൾഡിംഗ് പ്രൈസുമായിട്ടുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് എല്ലാം കാണിച്ചു തരും. അതിൻ്റെ പെർസെൻറ്റേജ് അടക്കം DPSR റിപ്പോർട്ടിൽ കാണിച്ചു തരും. ഇത്രയാണ് സെർച്ച് ബോക്സിലുള്ളത്. അടുത്തത് റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇക്വിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഓർഡർ ബുക്ക്, DP ഹോൾഡിംഗ്, നെറ്റ് പൊസിഷൻ, ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എത്ര എമൗണ്ടിൻ്റെ ലിമിറ്റ് നമുക്ക് അവൈലബിൾ ആണ്, അതായത് ഇപ്പോൾ നമുക്ക് ക്യാഷ് ഉണ്ട്, 10 lakhs ഉണ്ട്, പക്ഷേ എത്രയാണ് ബൈ ലിമിറ്റ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാനൊക്കെ പറ്റും. DP ടു പ്ലെഡ്ജ്, അത് ഇമ്പോർട്ടൻസ് സാധനമാണ്. അത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ബേസ് ചെയ്തിട്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേ ട്രേഡോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡെല്ലാം ചെയ്യാൻ പറ്റും. DP ടു പ്ലെഡ്ജ് എന്ന് പറയുന്നത്, അത് പ്ലെഡ്ജ് ചെയ്യാം. പ്ലെഡ്ജ് ചെയ്യുന്നതിന് വളരെ ചെറിയ നിസ്സാര എമൗണ്ടേ വരുള്ളൂ. അത് ചെറിയ എമൗണ്ട് ഒരു പ്രാവശ്യം പ്ലെഡ്ജ് ചെയ്യുന്നതിന് വരുള്ളൂ. അപ്പോൾ അത് വെച്ച് ആ പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റോക്ക് നിങ്ങൾക്ക് എത്ര പ്ലെഡ്ജ്ഡ് വാല്യൂ കിട്ടും എന്നുള്ള അവിടെ കാണിക്കും. അതായത് 1 lakh ഹോൾഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 60% ആണ് അതിനകത്ത് മാർജിൻ. ആ പ്ലെഡ്ജ്ഡ് സ്റ്റോക്ക് കൊണ്ട് നമുക്ക് മാർജിൻ കിട്ടാൻ വേണ്ടി, ലിമിറ്റ് കിട്ടാൻ വേണ്ടി, അപ്പം 60% 70% ഒക്കെ ലിമിറ്റ് കിട്ടാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റോക്ക് എത്രയാണ് ലിമിറ്റ് കിട്ടുന്നത്, ട്രേഡിംഗ് ലിമിറ്റ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പ്ലെഡ്ജ് ടു DP, അത് DPന്ന് പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് വേണമെങ്കിൽ പ്ലെഡ്ജ് ടു DPയിലേക്ക് മാറ്റാം. പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് DPയിലേക്ക് മാറ്റാം. DP ടു പ്ലെഡ്ജ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതായത് അത് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ഡെപ്പോസിറ്ററീസിൽ തന്നെ, നമ്മുടെ ഡിമാറ്റ് എവിടെയാണോ, NSDLോ CDSലോ എവിടെയാണോ അവിടെ തന്നെയാണ് സ്റ്റോക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പ്ലെഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് ഒന്നും അവൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഡിവിഡൻഡൊക്കെ വന്നാൽ ഡിവിഡൻഡൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും, ബോണസൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനകത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ പ്ലെഡ്ജ് ചെയ്തു അതുകൊണ്ട് അവർക്ക് പോകുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബ്രോക്കർക്ക് പോകുമോ ഈ ഡിവിഡൻഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസൊക്കെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് തന്നെ കിട്ടും. MTF ഹോൾഡിംഗ്, മാർജിൻ ട്രേഡ് ഫണ്ടിങ്, അത് ഈ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് മാർജിൻ ഫണ്ടിങ് അലൗഡ് ആണ്. അത് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യാം. അതിൻ്റെ മാർജിൻ ഫണ്ടിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഒരു OD ഫെസിലിറ്റി പോലെയാണ് സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കൊളാറ്ററൽ ആയിട്ടുള്ള സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും അത് ഹോൾഡ് ചെയ്തുകൊണ്ടാവും. വിത്തൗട്ട് ആ മാർജിൻ മാത്രം കീപ്പ് ചെയ്താൽ മതി. നമുക്ക് എത്ര കാലം ഹോൾഡ് ചെയ്ത് പോകണമെങ്കിലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ട്രേഡ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, ഇൻട്രാഡേ ലിമിറ്റ് ഉണ്ടാവും, അൺസെറ്റിൽഡ് പൊസിഷൻ എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും. അത് ഇക്വിറ്റി പോർഷനിൽ. ഡെറിവേറ്റീവ്സിൽ വരുമ്പോഴേക്കും ഇതൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഓർഡർ ബുക്കും നെറ്റ് പൊസിഷൻസ് ഓർ ടേൺ ഓവർ. ഓർഡർ ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡേഴ്സ് എല്ലാം തന്നെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നെറ്റ് പൊസിഷനിൽ ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ടേൺ ഓവറും. അത് ടേൺ ഓവർ ഇത് എത്രത്തോളം ഇപ്പോൾ ഇന്ന് മാത്രമല്ല, അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഹോൾഡിംഗ് പ്രൈസ് എത്രയാണ്, പിന്നെ വന്നിട്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഇതെല്ലാം ഇവിടെ കാണിച്ചു തരും. ഓക്കെ. പിന്നെ മാർജിൻ റിക്വയർമെൻ്റ് ഉള്ളത്, പിന്നെ ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എത്ര ലിമിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഫർദർ വാങ്ങിക്കാൻ, പിന്നെ ട്രേഡ് റിപ്പോർട്ടുകൾ, ഇതെല്ലാം അവിടെ കാണിച്ചു തരും. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാനോ റെഡീം ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, SIP സമ്മറി, ഇതെല്ലാം ഇവിടെ കാണിച്ചു തരും. ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. കറൻസിയിലും അങ്ങനെ തന്നെ, കമ്മോഡിറ്റിയിലും അങ്ങനെ തന്നെ, ഓർഡർ ബുക്കും നെറ്റ് പൊസിഷനും ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ട്സ് കഴിഞ്ഞ് പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ റിപ്പോർട്ട്സ് കഴിഞ്ഞു. ഇനി പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. എക്സ്ട്രാ IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ന്യൂസ് എന്തൊക്കെയാണ് അവൈലബിൾ, ഫണ്ട് ട്രാൻസ്ഫർ, റിസർച്ച്, സെറ്റിങ്സ്, ഇതൊക്കെയാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ലെസ് ആക്കി. ആ സാധനം തന്നെ മുകളിൽ 3 ലൈൻസ് കൊടുത്തിട്ട് കണ്ടോ, ഓവർവ്യൂ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജ് വരും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ്. എൻ്റെ പേര് കാണാം, ഷെയർഖാനിത് കാണാം, പിന്നെ താഴേക്ക് വരുന്ന നമ്മുടെ പേരും കസ്റ്റമർ ഐഡിയും കാണാം. പിന്നെ ഇക്വിറ്റി IPO അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവർവ്യൂ,
മാർക്കറ്റ് വാച്ച്, റിസർച്ച്. ഇത് നേരത്തെ ഓവ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റ് വാച്ച് പറഞ്ഞു കഴിഞ്ഞു. റിസർച്ച് ഇമ്പോർട്ടൻസ് സാധനമാണ്. റിസർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇക്വിറ്റിയിൽ എന്തൊക്കെ ഇൻട്രാഡേ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടേമിലേക്കുള്ള ട്രേഡുകൾ അത് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റണം. ലോങ് ടൈമിലേക്കുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇൻട്രാഡേയിൽ എങ്ങനെയാണ് PVR ഐനോക്സ്, ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇവിടെ കാണിക്കും. അതായത് സ്റ്റേറ്റസ് ഓപ്പൺ ആണ്, സെല്ലിംഗ് ആയിരുന്നു. സെൽ റേഞ്ച് 1460 സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യേറ്റ് 12 ഇന്നാണ്. അത് ഏത് സമയത്താണ്, ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് സെല്ലാണ്, സെല്ലിനാണ് റെക്കമെൻഡേഷൻ വരുന്നിരിക്കുന്നത്. അതേപോലെ സെല്ലും ബൈ ഒക്കെ റെക്കമെൻഡേഷൻ ഉണ്ടാവും. മസ്ഡോക്ക്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്താലും പ്രോഫിറ്റ് ബുക്ക് ചെയ്താണെങ്കിൽ എല്ലാം അവിടെ കാണിച്ചു തരും. പിന്നെ വന്നിട്ട് ഷോർട്ട് ടൈമിലേക്കുള്ളത്, അതായത് 1 to 5 ഡേയ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഷോർട്ട് ടൈമിലേക്ക് വരുന്നത്. കണ്ടോ, എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരും. പ്രോഫിറ്റ് ബുക്കിംഗ് ആണെങ്കിൽ അതെല്ലാം കാണിച്ചു തരും. പ്രോഫിറ്റ് ബുക്കിംഗ് ആയത് മീൻസ് ലൈക്ക് ക്ലോസ് ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയും. അതായത് ഓൾറെഡി റെക്കമെൻഡേഷൻസ് ഉണ്ട്, അത് ക്ലോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റേറ്റസ് നോക്കിയാൽ മതി. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഇത് ക്ലോസ് ചെയ്താണ്. ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ഇനി വരാൻ കിടക്കണം. ഹാവൽസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ പൊസിഷൻസ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും കേട്ടോ. ഓപ്പൺ ആണ്, അത് ഇവിടെ കാണിച്ചു തരും. അതേപോലെ ലോങ് ടേമിൽ ഓപ്പൺ ബൈ ആണ്. അപ്ഡേറ്റഡ് ഡേറ്റ് കാണിക്കുന്നുണ്ട്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണിക്കുന്നുണ്ട്, പൊട്ടൻഷ്യൽ P&L ടിൽ ഡേറ്റ് എത്രയായി എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇനി വേറെ അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ ഒരു PDF കണ്ടോ. ആ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് മിറാസെറ്റ് ഷെയർഖാൻ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു PDF നല്ലൊരു ഡീറ്റെയിൽഡ് റിസർച്ച് റിപ്പോർട്ട് തരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു റിപ്പോർട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇത്തരം കാര്യങ്ങളാണ് ഇക്വിറ്റിയിലുള്ളത്. ഡെറിവേറ്റീവ്സിൽ പോയി കഴിഞ്ഞാലോ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ പറ്റും കേട്ടോ. നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ പറ്റും. അതുപോലെ സെല്ല് ചെയ്യണമെങ്കിൽ നമ്മുടെ നെറ്റ് പൊസിഷനിൽ പോയി സെല്ല് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് വന്നിട്ടുണ്ടാവും. ഓപ്പൺ ഇത് അഗ്രസീവായിട്ട് ട്രേഡ് നടക്കുന്ന ഒരു സംഗതിയാണിത്. ഡെയിലി ബേസിസ് ഇങ്ങനെ കീപ്പ് ഓൺ കമ്മിങ് ആയിരിക്കും റെക്കമെൻഡേഷൻസ്. അത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. സ്ട്രാറ്റജി, അതിനകത്ത് ഒരു സ്ട്രാറ്റജീസ്, അതായത് ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് കേട്ടിട്ടില്ലേ. ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്ട്രാറ്റജിയുടെ പേര്, അതിനെത്ര എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടോ, എല്ലാം ഫസ്റ്റ് ലെഗ്, സെക്കൻഡ് ലെഗ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ പ്ലേസ് ഓർഡർ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കമ്മോഡിറ്റീസിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസ്, സിൽവർ, മിനി, നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനെയൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലും ഇൻട്രാഡേയും ഷോർട്ട് ടേം സ്ട്രാറ്റജീസും എല്ലാം ഉണ്ടാവും. കണ്ടോ സ്ട്രാറ്റജീസ് കണ്ടോ, അതിന് അപ്രോക്സിമേറ്റ്ലി ഉണ്ടോ ലോങ് സ്റ്റാങ്കിൾ ഗോൾഡ് മിനി സ്ട്രാറ്റജി. അതിന് വേണ്ടത് ജസ്റ്റ് 12,000 rupees ആണ് അതിനുള്ള മാർജിൻ റിക്വയർമെൻറ്റ്. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരും. ലാസ്റ്റ് താഴെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് കണ്ടോ, എക്സിക്യൂട്ട് ഓർഡർ എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഇതെന്ത് ഇങ്ങനെ കൊടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ആദ്യം ചെയ്തിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മാർജിൻ അവിടെ അഡ്ജസ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയാണ് ഇവിടെ അങ്ങനത്തെ ഒരു ബൈ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. സെൽ ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. അതല്ലാണ്ട് ഒരുമിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്താലും ഒരുമിച്ച് എക്സിക്യൂട്ട് ആവും. മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തത് മാത്രം ബൈ ആദ്യം ചെയ്തതിന് ശേഷം സെല്ല് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ്. അത് കറൻസിയിലും കമ്മോഡിറ്റീസിലും എല്ലാം അങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല. അപ്പം നോക്കുക കേട്ടോ ഇക്വിറ്റി. അപ്പോൾ ഇത് റെക്കമെൻഡേഷൻസ് റിസർച്ചിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് കേട്ടോ. ഫുൾ സർവീസ് ബ്ലോക്കിങ്ങിൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഉള്ള സംഗതിയാണിത്. ഇനി ഇങ്ങോട്ട് പോകുന്നതോറും നമ്മൾ റിസർച്ച് കണ്ടു. പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ കാര്യം എടുത്താൽ അതേപോലെ റിസർച്ചൊക്കെ നേരെ അതിൽ നിന്നും പോയി എടുക്കാൻ പറ്റും. ട്രേഡ് റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും. അഡ്വാൻസ് ഓപ്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. സ്മാർട്ട് എക്സിക്യൂഷൻ ചെയ്യുന്ന ട്രേഡുകൾ എടുക്കാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ NFO ഡീറ്റെയിൽസും മാർക്കറ്റ് വാച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കറൻസിയിലും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും എടുക്കാൻ പറ്റും. കമ്മോഡിറ്റിയിലും എടുക്കാൻ പറ്റും. അതേപോലെ എല്ലാ ഡീറ്റെയിൽസും ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഫിക്സഡ് ഇൻകം ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അതിലേക്ക് പോകുന്നില്ല ഞാൻ. പകരം അതൊക്കെ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലെഡ്ജറും ടാക്സ് P&L നമുക്ക് കിട്ടും. ലെഡ്ജറിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം എത്ര എമൗണ്ട് നമ്മളുടെ ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോ ഹിസ്റ്ററിയും അവിടെ നിന്ന് കിട്ടും. അതിൻ്റെ ബൈ ചെയ്ത സമയത്ത് എത്ര ഡെബിറ്റായി, ക്രെഡിറ്റായി, ചാർജസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ലെഡ്ജറിൽ ടാക്സ് P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. അടുത്ത ഐറ്റമാണ് എസെൻഷ്യൽസ്. അതിനകത്ത് ന്യൂസും പോർട്ട്ഫോളിയോ, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ നമുക്ക് എത്ര ഇതുവരെ ടിൽ നൗ ഈ വർഷം എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അത് സ്പെക്കുലേഷൻ ഇൻട്രാഡേ സ്പെക്കുലേഷൻ ഇൻട്രാഡേ സെയിം തന്നെയാണ്. സ്പെക്കുലേഷൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എത്ര ദിവസം ഹോൾഡ് ചെയ്യുന്നുള്ള ബേസിസാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഹോൾഡിംഗ് ഡേയ്സ് അടക്കം ബൈ ചെയ്ത് എന്ന റേറ്റിനാണ്, ഏത് ഡേറ്റിനാണ് സെല് ചെയ്ത് ഏത് ഡേറ്റിനാണ്, എല്ലാ കാര്യങ്ങളും ഈ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടിലാണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ അപ്പോഴെപ്പോഴും ഗ്രീൻ ആക്കാനായിരിക്കും ശ്രമിക്കേണ്ടത്, ലോസ് വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുമല്ലോ അല്ലേ. അതങ്ങനെ. പിന്നെ അതർ എസെൻഷ്യൽസ് നമുക്ക് സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് അതിനുമ്പോൾ എസെൻഷ്യൽസ് ലാസ്റ്റ് ഒരു കാര്യം സെഗ്മെൻറ്റ് ആക്ടിവേഷൻ. നിങ്ങൾക്ക് കമ്മോഡിറ്റി ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കറൻസി ഒന്നും ആക്റ്റീവ് അല്ല എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തരും. അതർ എസെൻഷ്യൽസ് സ്ക്രിപ്റ്റ് അപ്ഡേറ്റും അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. പ്രൊഡക്റ്റ് ലിങ്ക്സ് ഉണ്ട്. അതിന് പാറ്റേൺ ഫൈൻഡർ കാൻഡിസ്റ്റിക്സ് പാറ്റേൺസ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് അവിടെ നിന്ന് കിട്ടും. പിന്നെ എഡ്യൂക്കേഷൻ, ഷെയർക്കാൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡെമോ എടുക്കാനോ അതുമായിട്ട് എഡ്യൂക്കേഷൻ്റെ പെയ്ഡ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനോ അതിലൂടെ പറ്റും. ക്ലാസ് റൂം നോക്കിയാൽ ഫ്രീ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്. പിന്നെ ഹൗ ടു ക്രിയേറ്റ് UPI ID ഇങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻസ് അവിടെ കിട്ടും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഉണ്ട്, റെഫർ ഫ്രണ്ട്സ്, കോൺടാക്ട്, CDR ദെറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് കാണിക്കാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ആദ്യം നിങ്ങളിപ്പോൾ തുടങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ, നേരെ പോവുക, ഇവിടെ ട്രാൻസ്ഫർ ഫണ്ട്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫണ്ട്, വിഡ്രോ ഫണ്ട്, അലോക്കേറ്റ് ഫണ്ട്. ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര എമൗണ്ട് ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. UPI മോഡലാണോ നെറ്റ് ബാങ്കിങ് മോഡലാണോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് എമൗണ്ട് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ കാണിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കാണ്, ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോകും. നിങ്ങൾ ഏത് ഏതാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത്, ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്, ആ ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോകും. ഓക്കെ, ആ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾ എമൗണ്ട് കൊടുത്താൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരും. അത് ആഡ് ഫണ്ട്. ഇനി വിഡ്രോ ഫണ്ട് എന്ന് വെച്ചാലോ, നിങ്ങളുടെ ഷെയർ ഖാനിൽ കിടക്കുന്ന എമൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് പോകാനായിട്ടാണ് വിഡ്രോ ഫണ്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന് ടൈമിംഗ് ഉണ്ട്, അതനുസരിച്ച് ഫോളോ ചെയ്ത് വിഡ്രോ ഫണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അലോക്കേറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്ന ഫണ്ട് വേണമെങ്കിൽ വേറെ ഇതിലേക്ക്, അതായത് കമ്മോഡിറ്റീസിലേക്കോ കറൻസിയിലേക്കോ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ കമ്മോഡിറ്റിയിൽ ട്രേഡ് എടുക്കണമെങ്കിൽ പറ്റും. അപ്പോൾ ഇക്വിറ്റിയിൽ കിടക്കുന്ന, നമ്മുടെ ട്രേഡിൽ കിടക്കുന്ന, ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് വൈകുന്നേരം ആകുമ്പോൾ കമ്മോഡിറ്റിയിലേക്ക് മാറ്റി കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം. ഈവനിങ്ങിൽ 11:30 11:50 വരെയൊക്കെ ട്രേഡിംഗ് നടക്കുന്നുണ്ട് അല്ലേ കമ്മോഡിറ്റീസിൽ. അപ്പോൾ ട്രേഡേഴ്സ് ആണെങ്കിൽ ഈവനിങ്ങിലും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ സെയിം എമൗണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ രാവിലെ ഇക്വിറ്റിയിൽ ഉപയോഗിച്ച ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്മോഡിറ്റീസിലും ട്രേഡ് ചെയ്യാം. അപ്പോൾ അതാണ് അലോക്കേറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. തിരിച്ചും ഇക്വിറ്റിയിലേക്ക് പിറ്റേ ദിവസം മാറ്റി ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവിടെയുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചു തന്നിട്ടില്ല, അതാണ് IPO അപ്ലിക്കേഷൻ. ഇക്വിറ്റി/IPO സ്ഥലത്ത് താഴെ കണ്ടോ IPO OFS ബോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏതൊക്കെ IPO ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളതെന്ന് കിട്ടും. കറണ്ട് IPO ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലോട്ട് സൈസ് കൊടുത്തിട്ടുണ്ട്, പ്രൈസ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൈഡൻസ് തരും, എത്ര ലോട്ടൊക്കെ മാറ്റി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ UPI മോഡിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഉപയോഗിക്കേണ്ടത് റെസിഡൻസിനാണ്. NRIസിന് ബാങ്കിൽ പോയിട്ട്, ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ IPO കൊടുക്കേണ്ടത്. ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത്, PAS അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് നമുക്ക് അപ്ലൈ IPO എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഷെയർഖാൻ്റെ ബെനിഫിഷ്യറി ID, DPI ID ഒക്കെ കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലേ കിട്ടിയ സ്റ്റോക്സ് ഡിമാറ്റ് അക്കൗണ്ടിൽ, ഷെയർഖാൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓർഡർ ബുക്കിൽ നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്കമിങ് IPOസിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാകും. ന്യൂ ലിസ്റ്റിംഗ് IPO, ഇതുവരെ വന്നിട്ടുള്ള IPOൻ്റെ ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഓരോ IPOൻ്റെ പേരും, ഇഷ്യൂ പ്രൈസ് എത്രയാണ്, ഇപ്പോൾ ട്രേഡഡ് നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പ്രൈസാണ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. എത്ര പ്രോഫിറ്റബിൾ ആക്കിയിട്ടുള്ള IPOs ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ OFS, ഓഫർ ഫോർ സെയിലിൻ്റെ ഡീറ്റെയിൽസ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണാം. ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ്, സോവറിൻ ബോണ്ടൊക്കെ ഇവിടെയാണ് കാണുക. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇവിടെ അവൈലബിൾ ആകും. ഇത്തരം കാര്യങ്ങളാണുള്ളത്. എന്തെങ്കിലും
ഞാൻ ഇത് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്, സമയക്കുറവ് കൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നേരെ ബൈ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ഇക്വിറ്റി, ഞാനൊരു സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ടുള്ള വെറുതെ ഒരു ഓപ്ഷൻ TCS ബൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഡീറ്റെയിൽഡ് കോട്ട് എടുത്താൽ അപ്പോൾ ഇതിനെല്ലാം കാണും നമുക്ക്. കണ്ടോ, ഓവർവ്യൂ, ഓപ്പൺ, ഹൈ, 52 വീക്ക് ഹൈ, ബിഡ് പ്രൈസ് എല്ലാം കിട്ടും, ആസ്ക് പ്രൈസ് എല്ലാം കിട്ടും ഇവിടെ. ഇതിൽ നിന്ന് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതിനകത്ത് ചാർട്ടും കാണാം. ഇതിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ മുകളിൽ കണ്ടോ T എന്ന് കണ്ടോ, T. ഈ പ്ലസ് എന്തിനാണെന്നറിയോ, T ഫോർ ട്രേഡ്, പ്ലസ് ഫോർ ആഡിങ് ടു യുവർ മാർക്കറ്റ് വാച്ച്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് മാർക്കറ്റ് വാച്ച്, ഒരു കസ്റ്റമൈസ്ഡ് മാർക്കറ്റ് വാച്ച് ഉണ്ടെങ്കിൽ ആ പേരുണ്ടെങ്കിൽ ആ പേരിലേക്ക് ഈ സ്റ്റോക്ക് ആഡ് ചെയ്യാനാണ് ഈ പ്ലസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട T ആണ്, ട്രേഡാണ്. അപ്പോൾ ട്രേഡിന് വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ ഓർഡർ ബുക്ക് വരും. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്, ഇവിടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, ബിഡ് ആസ്ക് എന്നുള്ള 2 പ്രൈസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇന്ന് എത്ര കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. NSE, BSE ഏതിൽ വേണമെങ്കിലും വാങ്ങിക്കാം. NSE അല്ലെങ്കിൽ BSE ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ആക്ഷൻ ഇവിടെ കൊടുത്തുള്ള ബിഡും ആസ്കും ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഒന്നുമില്ല, ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും അത് ഓഫർ പ്രൈസും ബിഡ് പ്രൈസുമാണ് അതിൽ പറയുന്നത്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ് നോർമൽ ബിഡ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആസ്ക് പ്രൈസിലാണ് ബൈ ചെയ്യേണ്ടത്, സെല് ചെയ്യാൻ പോകുമ്പോൾ ബിഡ് പ്രൈസിലാണ് സെല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ആക്ഷൻ നോക്കൂ, ബൈ. അതിന് മുമ്പായിട്ട് ട്രേഡ്, മാർക്കറ്റ് ഡെപ്ത്, ചാർട്ട്, ഫണ്ടമെൻ്റൽസ് എല്ലാം ഇവിടെ കിട്ടും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ട്രേഡ് എടുക്കണമെങ്കിൽ ആക്ഷൻ ബൈ ആണ്. അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബൈ ചെയ്യണം, സെൽ ഓപ്ഷൻ, ബൈ ബിഗ് ട്രേഡ് പ്ലസ്. ബൈ എന്ന് പറഞ്ഞാൽ നോർമൽ ബൈ ആണ്, സെൽ നോർമൽ സെല്ലാണ്. ബൈ ബിഗ് ട്രേഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തേക്കുള്ള ഒരു ഓർഡറാണ്. അതായത് നമുക്ക് ഒരേ സമയം തന്നെ ബൈ ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റ് ഓർഡറും ഒക്കെ ഒരുമിച്ച് തന്നെ ഇടാൻ പറ്റുന്ന ഓർഡർ ടൈപ്പുകളെയാണ് ബിഗ് ട്രേഡ് പ്ലസ് എന്ന് പറയുന്നത്. ബൈ MTF എന്ന് പറഞ്ഞാൽ മാർജിൻ ട്രേഡ് ഫണ്ടിങ്, അത് സെല്ലും ചെയ്യാൻ പറ്റും. ബൈ ബിഗ് ട്രേഡ്, സെൽ ബിഗ് ട്രേഡ്, സെൽ അഗെയിൻസ്റ്റ് മാർജിൻ, ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ സെൽ അഗെയിൻസ്റ്റ് മാർജിൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഓർഡർ ടൈപ്പുകളുണ്ട്. നോർമൽ, ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് പ്ലസ് TSL. നോർമൽ പറഞ്ഞാൽ നോർമൽ ബൈ ഓർഡർ ഓർ സെൽ ഓർഡർ. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡും വരും. അതായത് ബൈ വരും, ലെഗ് 1 ആണ് നോർമൽ ബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. ലെഗ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്ക് പ്രോഫിറ്റ്, പിന്നെ സ്റ്റോപ്പ് ലോസ്, ലിമിറ്റ് ലോസ് അപ് ടു എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ലെഗ് 2 ആൻഡ് ലെഗ് 3 സെൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ബ്രാക്കറ്റ് ഓർഡർ, അതൊരു ബ്രാക്കറ്റ് കണക്കെ ബൈയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടി ഒരുമിച്ചിടുന്ന തന്നെയാണ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബ്രാക്കറ്റ് പ്ലസ് TSL എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. സ്റ്റോപ്പ് ലോസ് ട്രailing ആയിരിക്കും, അങ്ങനെയും ഇടാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അത് ബ്രാക്കറ്റ് ഓർഡർ തന്നെയാണ്, പക്ഷേ ട്രailing സ്റ്റോപ്പ് ലോസും കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അതിനകത്തുണ്ട്. പിന്നെ നോക്കൂ, വാലിഡിറ്റി. ഇപ്പം നോർമൽ ഒരു ബൈയിലേക്ക് പോകാം. നമുക്ക് നോക്കൂ, പിന്നെ ഒരു വാലിഡിറ്റി ഇവിടെ കാണുന്നു, ബൈ, നോർമൽ, ക്വാണ്ടിറ്റി എത്ര വേണം, വാട്ടെവർ നിങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി. ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി ആവശ്യമില്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട്. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് 10 lakhs ആണെന്ന് കരുതുക, 10 lakhs എന്നുള്ള സ്റ്റോക്ക് ആണെന്ന് കരുതുക. അപ്പം അതിനുള്ള ക്വാണ്ടിറ്റി അവിടെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഡിമാൻഡ് അപ്പം തന്നെ കൂടി നിങ്ങൾക്ക് അത് കിട്ടാണ്ട് പോകും. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾ 10% വരെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് 10 lakhs ആണ് വാങ്ങിക്കണമെങ്കിൽ, 10 lakhs നമ്പർ ഓഫ് ഷെയർസ് ആണ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്കത് കുറച്ചിടാം. അതായത് ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ചെറിയ ക്വാണ്ടിറ്റി ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 10 lakhs ക്വാണ്ടിറ്റി ഓഫ് TCS എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് എമൗണ്ട് ആണ്, ഒരു ബൾക്ക് ട്രേഡിംഗ് പോലെ ഇരിക്കും. അപ്പോൾ തന്നെ ഡിമാൻഡ് കൂടാനും നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റിൽ കിട്ടാനും സാധ്യതയില്ലാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി ഇപ്പോൾ ഇവിടെ 10 lakhs ഇടുകയും, ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഇടുകയും, ഇവിടെ അതിൻ്റെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് 10%, 10 lakhs നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിക്കാൻ പോകുമ്പോൾ 1 lakh എന്ന് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി ഇടാം. അപ്പോൾ ബാക്കി ട്രേഡേഴ്സിനെല്ലാം 1 lakh ക്വാണ്ടിറ്റിയെ ട്രേഡബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ബൈ ചെയ്യാനുള്ളൂ എന്ന് മനസ്സിലാവുകയും അധികം ഡിമാൻഡ് ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി ഉള്ളത്. പ്രൈസ് ഇപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയെ വാങ്ങിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 100 or 10 whatever. പ്രൈസ് എത്രയാണ് ഇപ്പം ഇടാം. ഇത് മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നത്. മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല, നമ്മൾ കുറച്ചിടണം. അതല്ലെങ്കിൽ 0 ഇട്ടാലും മാർക്കറ്റ് പ്രൈസിന് ഈക്വലൻ്റ് ആണ്. എന്താണോ മാർക്കറ്റിലുള്ള പ്രൈസ് അതെടുക്കും. ഓക്കെ, ട്രിഗർ പ്രൈസിൻ്റെ നോർമൽ ബൈയിൽ ട്രിഗർ പ്രൈസിൻ്റെ ആവശ്യമില്ല. ട്രിഗർ പ്രൈസ് എന്തിനാ, സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ മാത്രമാണ്. ഇതിപ്പോൾ ജസ്റ്റ് ബൈ ഓർഡർ മാത്രം ഇടാൻ പോകുന്നത്. അപ്പം എമൗണ്ട് ഇട്ടോ ലിമിറ്റ് പ്രൈസായി, അല്ലെങ്കിൽ ഒന്നും ഇല്ല 0 മാത്രമാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അത് ബൈ ആകും.
GFD ഗുഡ് ഫോർ ദ ഡേ എന്നാണ്. അതായത് ഈ ഓർഡർ ഇട്ടാൽ ഇന്നൊരു ദിവസം, സേ എക്സാമ്പിൾ നമ്മൾ ഓർഡർ ഇടുന്നത് ഇപ്പോൾ 4452 ആണെങ്കിൽ 4400 4400 ബൈ ഇടുന്നത്. ബൈ ഇട്ടത് എങ്കിൽ ഇപ്പം 4452 അല്ലേ ഉള്ളത്, 4452 അല്ലേ ഉള്ളത്. അത് കുറഞ്ഞ് 4400 ആയാൽ മാത്രമേ ബൈ ആവുള്ളൂ. അത് ലിമിറ്റ് ഓർഡർ എന്ന് പറയും. ഇത് വാലിഡിറ്റി GFD ഇട്ടാൽ ഇന്ന് ഒരു ദിവസമേ ആ ഓർഡർ നിലനിൽക്കുള്ളൂ. ഇന്ന് 3:30 ശേഷം ആ ഓർഡർ എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ അപ്പം തന്നെ ഓർഡർ ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ, IOC ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ. ഇമീഡിയറ്റ് ഓർഡർ എന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ബൈ ചെയ്യും, ഇല്ലെങ്കിൽ ബൈ ചെയ്യില്ല, ക്യാൻസൽ ആവും, ഓർഡർ ക്യാൻസൽ ആവും. മൈ GTD ഇട്ടാൽ നമുക്കൊരു ഡേറ്റഡ് ആണുള്ള ഓപ്ഷൻ കൂടി കിട്ടും. അവിടെ 6 മന്ത്സിലേക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ ഇട്ട് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എമൗണ്ട് 6 മന്ത്സിനുള്ളിൽ എപ്പോഴെങ്കിലും വന്ന് മീറ്റ് ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ആവും. അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ ബൈ ചെയ്തു സെൽ ചെയ്യണമെങ്കിൽ നമുക്ക് 6 മന്ത്സിൻ്റെ ഓർഡർ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആ പ്രൈസ് എത്തുമ്പോൾ സെൽ ആയിക്കോളും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. എസ്റ്റിമേറ്റഡ് ചാർജ് ഇവിടെ എടുക്കാം, ചാർജസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ന്യൂ ഓക്കെ പാർട്ട്. ഇനി താഴെ എത്ര അവൈലബിൾ ബാലൻസ് ഉണ്ട്, അതിന് എത്ര റിക്വയർമെൻറ്റ്, ഇത് വാങ്ങിക്കുന്ന എത്ര റിക്വയർമെൻറ്റ് ഉണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കും. എന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ പ്ലേസ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഡർ ബുക്കിൽ വരും. എക്സിക്യൂഷൻ ആണോ പെൻഡിങ് ആണോ എല്ലാം കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നെറ്റ് പൊസിഷനിൽ ഉണ്ടാകും. നെറ്റ് പൊസിഷനിൽ ഒരു ദിവസം നിന്നതിന് ശേഷം അത് എക്സിക്യൂട്ട് ആയെങ്കിൽ നെറ്റ് പൊസിഷനിൽ ഉണ്ടാകും. നെറ്റ് പൊസിഷൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റിപ്പോർട്ട്സിൽ നെറ്റ് പൊസിഷൻ കണ്ടോ, നെറ്റ് പൊസിഷൻ ഈ കാണുന്ന നെറ്റ് പൊസിഷൻ ഓർ ടേൺ ഓവർ അവിടെ കാണിക്കും. ഇനി ഒരു ദിവസത്തിന് ശേഷം അത് ആ ഒരു ദിവസം ഇൻട്രാഡേ ആണെങ്കിൽ അവിടെ നിന്ന് നെറ്റ് പൊസിഷൻ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. അതല്ല ഡെലിവറി ആണെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് വെക്കേണ്ടതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ മുതൽ DP ഹോൾഡിങ്സിലാണ് കാണാൻ പറ്റുക. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Investment in securities market are subject to market risks. Read all the related documents carefully before investing.